കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത എയർ ഹോണുകൾ തകർത്ത റോഡ് റോളറിന് നോട്ടീസ് അയച്ച് മോട്ടോർ വാഹന വകുപ്പ്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നോട്ടീസ് നൽകിയത്. ജ്യോതികുമാർ ചാമക്കാല പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി. വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, റോഡ് റോളറും പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഇന്നലെ കടവന്ത്രയിൽ വെച്ചായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത എയർ ഹോണുകളെല്ലാം തന്നെ ഈ റോഡ് റോളർ ഉപയോഗിച്ച് അത് കയറ്റി തവിട് പൊടിയാക്കിയത്. ഇതിൽ ഈ ഒരു മണ്ണുമാന്തി യന്ത്രമായിരുന്നു. അതിൽ റോഡ് റോളറിന്റെ യന്ത്രം ഘടിപ്പിച്ചായിരുന്നു, അത് റോഡ് റോളറാക്കി മാറ്റിയായിരുന്നു ഈ പ്രവൃത്തി നടത്തിയത്. അതിനുശേഷമാണ് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ ജ്യോതികുമാർ ചാമക്കാല ഇതിനെ പരിഹസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടുന്നത്. എന്തെല്ലാം കോമാളിത്തരങ്ങൾ കാണണം എന്നുള്ള ഒരു ഹെഡിങ്ങോട് കൂടിയായിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ പറയുന്നത് ഈ ഒരു റോഡ് റോളറിന് 4 മാസമായി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അപ്പോൾ ശബ്ദമലിനീകരണം പാടില്ല, വായു മലിനീകരണം പറ്റുമോ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. ഇത് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത് അന്വേഷിക്കുകയും ഒപ്പം ഈ റോഡ് റോളറിന് ഒരു പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് കണ്ടെത്തി അത് ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നൽകുകയും ചെയ്തിരിക്കുന്നത്. 7 ദിവസത്തിനകം അത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് അത് ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശമാണ് വട്ടാഞ്ചേരി സ്വദേശിക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ മണ്ണുമാന്തി യന്ത്രത്തിന് അതിന് പുറത്തിറങ്ങുന്നതിനോ അല്ലെങ്കിൽ ഓടിക്കുന്നതിനോ മറ്റു പ്രയാസങ്ങളില്ല എന്നുള്ളത് കൂടി RTO വ്യക്തമാക്കുന്നുണ്ട്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ അത് 7 ദിവസത്തിനകം എടുക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൂടി RTO ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.